നൂറ്റാണ്ടുകളുടെ പൈതൃകവും വൈദഗ്ധ്യവും ഇഴചേർന്ന വിശ്വകർമ്മ കുലത്തൊഴിലുകൾ അന്യം നിന്നു പോകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവും ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റവും മൂലം പാരമ്പര്യമായി ഈ രംഗത്ത് നിലകൊള്ളുന്ന കുടുംബങ്ങൾ കടുത്ത ജീവിത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, കൽപ്പണി എന്നീ 5 മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് വിശ്വകർമ്മ സമുദായത്തിന്റെ തൊഴിൽ പാരമ്പര്യം. എന്നാൽ മാറുന്ന പ്രകൃതി സംരക്ഷണ നിയമങ്ങൾ ഈ തൊഴിലുകളെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് സമുദായാംഗമായ മഹേഷ് പണിക്കർ പറയുന്നു. മരം, കല്ല്, ലോഹങ്ങൾ എന്നിവ പാരമ്പര്യ രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം തൊഴിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകൾ യഥാർത്ഥ പാരമ്പര്യ തൊഴിലാളികൾക്ക് അപ്രാപ്യമാണ്. ഈ സാഹചര്യം മുതലെടുത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരാറുകാർ വിപണി കീഴടക്കുകയാണ്. ഇത് ഗുണമേന്മ കുറയുന്നതിനും പാരമ്പര്യ കലയുടെ തനിമ നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്ന് മഹേഷ് പണിക്കർ പറയുന്നു. പ്രകൃതി വിഭവങ്ങൾ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പാരമ്പര്യ കുലത്തൊഴിലുകളെല്ലാം പോയിട്ടുള്ളത്. പക്ഷേ കാലാകാലങ്ങളിലായിട്ട് പുതുതായിട്ട് പ്രകൃതി സംരക്ഷണം അങ്ങനെയൊക്കെ വരുന്ന നിയമങ്ങൾ മൂലം ഇത്തരം കല്ല്, ശില, ലോഹം തുടങ്ങിയവയ്ക്ക് വന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് പഴയ രീതിയിൽ സുലഭമായിട്ട് ഈ തൊഴിലാളികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അത് നിയമം അങ്ങനെയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൗർലഭ്യം അത് പരിഹരിക്കാൻ വേണ്ട ഒരു ഗവൺമെൻറ് ഒരു വിശദമായ പഠനം നടത്തി ഇത് ഈ പറഞ്ഞ തൊഴിലുകളെ സംരക്ഷിക്കാനായിട്ട് ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള ലോഹം, ശില, മരം അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. വിഗ്രഹ നിർമ്മാണത്തിനും കല്ലുപണികൾക്കും ലോകപ്രശസ്തമായ ചെങ്ങന്നൂരിൽ നിന്ന് ഈ കലയുടെ പ്രതാപം മങ്ങുകയാണ്. മുൻകാലങ്ങളിൽ MC റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുഴങ്ങിക്കേട്ടിരുന്ന ഉളിയുടെയും ചുറ്റികയുടെയും ശബ്ദം ഇന്ന് അപൂർവമായിരിക്കുന്നു. ചെങ്ങന്നൂരിലെ പാരമ്പര്യ കലയെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന 400ഓളം കുടുംബങ്ങൾ ഇന്ന് വിരലിലെണ്ണാവുന്നവരായി ചുരുങ്ങിയിട്ടുണ്ട്. കരിങ്കൽ ഖനനത്തിന് സർക്കാർ അനുമതി ലഭിക്കാത്തത് മൂലം ഈ മേഖലയിലെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കരിങ്കൽ വ്യവസായ സഹകരണ സംഘത്തിലെ ഒട്ടനവധി തൊഴിലാളികളുണ്ടെങ്കിലും അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, അല്ലെ ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. യഥോഷ്ടം പാറ കിട്ടുന്നില്ല. അവർക്ക് കുടിൽ വ്യവസായമായിട്ട് പണിയുവാനായിട്ട് സർക്കാരിന് പാറ പൊട്ടിക്കാൻ അനുമതി കിട്ടുന്നില്ല എന്നൊക്കെയാണ്. പൈതൃക കലയെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം പുതിയ സാങ്കേതിക വിദ്യകളിൽ പാരമ്പര്യ തൊഴിലാളികൾക്ക് പരിശീലനം നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.